ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നോൺ ഹോമോജനസ് ODEസിനെ കുറിച്ചാണ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ ഇത്രയും ഇതിനു മുമ്പ് പഠിച്ചതൊക്കെയും ഹോമോജനസ് ODEs ആണ്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ODEs എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നോൺ ഹോമോജനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറൻസ്, എന്താണ് അതിന്റെ ജനറൽ ഫോം, എന്താണ് സെക്കൻഡ് ഓർഡർ ലീനിയർ പീഡിയയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്കറിയാം എന്താണ്, y" പ്ലസ് p(x)y' പ്ലസ് q(x)y) ഈക്വൽ ടു ഹോമോജനസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് 0 വരും, നോൺ ഹോമോജനസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് നോൺ സീറോ ആയിരിക്കും വരുന്നത്, അല്ലെ? നോൺ സീറോ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആവാം, എന്തെങ്കിലും ഫങ്ഷൻസ് ആവാം. ഓക്കെ, ഇതാണ് നോൺ ഹോമോജനസ് ODE. നോൺ ഹോമോജനസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ സീറോ അല്ലാത്ത എന്ത് വേണമെങ്കിലും ആവാം. റൈറ്റ് സൈഡിൽ 0 ആണെങ്കിൽ ഹോമോജനസ് എന്ന് പറയും, അതർവൈസ് ഇറ്റ് ഈസ് നോൺ ഹോമോജനസ്. അപ്പൊ എങ്ങനെയാണ് ഒരു നോൺ ഹോമോജനസിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്താണ്, നോൺ ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ. ഇതിന്റെ ജനറൽ സൊല്യൂഷന്റെ ഫോം ഇതാണ്, yH(x) പ്ലസ് yP(x). അപ്പൊ നമുക്ക് ഇതിലെ ടേമുകളൊന്നും ഫെമിലിയർ അല്ല. എന്താണ് yH(x), എന്താണ് yP(x)? yH(x) എന്ന് പറഞ്ഞാൽ H സ്റ്റാൻഡ്സ് ഫോർ ഹോമോജനസ് എന്നാണ്. അതായത് തന്നിരിക്കുന്ന ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജനസ് ഇക്വേഷൻ, അതായത് തന്നിരിക്കുന്ന ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് അതേപടി എഴുതുക, റൈറ്റ് സൈഡ് R(x)ന് പകരം 0 എഴുതുക. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഹോമോജനസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷനെയാണ് ഞാൻ YH എന്ന് പറയുന്നത്. ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്താണ്, C1y1 പ്ലസ് C2y2 ആണ്. y1y2 ബേസിസ് ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം YH എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജനസ് ഇക്വേഷൻ എടുക്കുക, അതിന്റെ ജനറൽ സൊല്യൂഷനെയാണ് YH കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. YP എന്ന് പറഞ്ഞാൽ P സ്റ്റാൻഡ്സ് ഫോർ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാണ്. ഓക്കെ, YP എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ നോൺ ഹോമോജനസ് ഇക്വേഷൻ അല്ല തന്നിരിക്കുന്നത്, ഇതല്ല തന്നിട്ടുള്ള നോൺ ഹോമോജനസ് ഇക്വേഷൻ, ഇതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെയ്നിങ് നോ ആർബിട്രറി കോൺസ്റ്റൻസ്, ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഒരു സൊല്യൂഷനെയാണ്, നോൺ ഹോമോജനസ് ഇക്വേഷന്റെ സൊല്യൂഷനെയാണ് YP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാണ് പേര് വിളിക്കുന്നത്. അപ്പം ഒരു നോൺ ഹോമോജനസിന്റെ, അതായത് ഇക്വേഷൻ 1ന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കറസ്പോണ്ടിങ് ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ പ്ലസ് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ. പർട്ടിക്കുലർ സൊല്യൂഷൻ, ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ മെത്തേഡുകളെല്ലാം കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ മെത്തേഡ്സ് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയില്ല, അല്ലെ? അപ്പൊ ഇനി നമ്മൾ അടുത്തത് നാച്ചുറലി എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്? പർട്ടിക്കുലർ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇനി ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നോൺ ഹോമോജനസിന്റെ സൊല്യൂഷൻ. എന്താ ഈ ബോക്സ് ഒന്ന് നോക്കിക്കേ, ഈ മുകളിൽ കിടക്കുന്ന ബോക്സ്, അതായത് ഇത് നോൺ ഹോമോജനസിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? Y എന്ന് പറയുന്നത് നോൺ ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ പ്ലസ് YP(x) പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്, അല്ലെ? സോ അപ്പൊ YH(x) കിട്ടാനുള്ള ഫോർമുല ഇതിൽ നിന്ന് കിട്ടത്തില്ല. എന്ത് കിട്ടും? YH(x) is equal to Y(x) മൈനസ് YP(x), അല്ലെ? അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം Y(x) എന്ന് പറഞ്ഞാൽ നോൺ ഹോമോജനസിന്റെ സൊല്യൂഷൻ, YP എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ സൊല്യൂഷൻ. അതായത് നോൺ ഹോമോജനസിന്റെ രണ്ട് സൊല്യൂഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ആരുടെ സൊല്യൂഷൻ കിട്ടും? ഹോമോജനസിന്റെ ഒരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇതൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി നിങ്ങൾ. എന്താണ്, നോൺ ഹോമോജനസിന്റെ രണ്ട് സൊല്യൂഷൻസിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ that will be a solution, that difference will be a solution of corresponding homogeneous equation. ഓക്കെ, അത് വരാൻ കാരണം നോൺ ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞത് എന്താണ് ഫോം? കറസ്പോണ്ടിങ് ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ പ്ലസ് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ, അതായത് നമ്മുടെ YP കണ്ടുപിടിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡുകൾ. അതിൽ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് പറയുന്നത്, മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ്. ഓക്കെ, എന്താണ്
മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻ കോഎഫിഷ്യൻസ് എന്നുള്ളത് നോക്കാം. അത് പഠിക്കണമെങ്കിൽ ആദ്യം ഞാനിപ്പോൾ ഒരു ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ടേബിൾ. ഈ ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, വളരെ എളുപ്പമാണ്. ഈ ടേബിളിൽ ആർ ഓഫ് എക്സുകളാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. വൈ പി ഓഫ് എക്സിന്റെ ഫോമാണ് ചോയ്സ് ഓഫ് വൈ പി ഓഫ് എക്സ്. വൈ പി ഓഫ് എക്സ് എങ്ങനെ വരണം എന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആർ ഓഫ് എക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. നമ്മുടെ നോൺ ഹോമോജനസ് പാർട്ടില്ലേ റൈറ്റ് സൈഡിലുള്ള ഈ ഫംഗ്ഷനാണ് ആർ ഓഫ് എക്സ്. ഈ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ സപ്പോസ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റന്റ് വരാതിരിക്കാം. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ വൈ പി ഓഫ് എക്സ് ചൂസ് ചെയ്യേണ്ടത് സി ഇ റൈസ് ടു ഗാമ ഓഫ് എക്സ് എന്നാണ്. ഇ റൈസ് ടു ഗാമ, അപ്പൊ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇയുടെ പവർ ഗാമ ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെയും ഗാമ ഓഫ് എക്സ് തന്നെ വരണം. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ പ്രോബ്ലത്തിൽ പറയും. അപ്പൊ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചു വെക്കുക. റൈറ്റ് സൈഡിലുള്ള നോൺ ഹോമോജനസ് പാർട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ വൈ പി ഓഫ് എക്സ് ചൂസ് ചെയ്യേണ്ട വിധമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു, ഈ കോൺസ്റ്റന്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ സി എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റൈസ് ടു, ഇവിടെ പവർ എന്താണോ വന്നത് ആ പവർ തന്നെ ഇവിടെയും വരണം, അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ നോൺ ഹോമോജനസ് പാർട്ട്, ഇത് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തത്, സപ്പോസ് നമ്മുടെ നോൺ ഹോമോജനസ് പാർട്ട് എക്സ് റൈസ് ടു എൻ, കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ, അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എടുക്കണം? വൈ പി ഓഫ് എക്സ് എടുക്കേണ്ട വിധം സി നോട്ട് പ്ലസ് സി വൺ ഓഫ് എക്സ് പ്ലസ് സി ടു ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി ത്രീ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് സി വൺ ഓഫ് എക്സ് അല്ല സോറി സി നോട്ട് പ്ലസ് സി വൺ ഇൻറ്റു എക്സ് പ്ലസ് സി ടു എക്സ് സ്ക്വയർ പ്ലസ് സി ത്രീ എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടുത്തെ എക്സ് റൈസ് ടു എൻ ഇല്ലേ, ആ എൻ വരെ ഉള്ള ടേമുകളുടെ സമ്മ് സി എൻ എക്സ് റൈസ് ടു എൻ, സി എൻ വരെ. ഓക്കെ, അപ്പൊ ഇപ്പൊ സപ്പോസ് എക്സ് റൈസ് ടു 4 ആണ് റൈറ്റ് സൈഡിലെ നോൺ ഹോമോജനസ് പാർട്ട് എങ്കിൽ വൈ പി ഓഫ് എക്സ് എങ്ങനെ ചൂസ് ചെയ്യണം? സി നോട്ട് പ്ലസ് സി വൺ എക്സ് പ്ലസ് സി ടു എക്സ് സ്ക്വയർ പ്ലസ് സി ത്രീ എക്സ് ക്യൂബ് പ്ലസ് സി ഫോർ എക്സ് റൈസ് ടു 4. ഓക്കെ, അങ്ങനെ വേണം ചൂസ് ചെയ്യാൻ. പറയാം, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഇനി അടുത്തത് മൂന്നാമത്തത്, സപ്പോസ് ആർ ഓഫ് എക്സ് കോസോ സൈനോ ആണെങ്കിൽ വൈ പി ഓഫ് എക്സ് ചൂസ് ചെയ്യേണ്ടത് സെയിം ആണ്. കോസ് ആയാലും ഈ വൈ പി ഓഫ് എക്സ് തന്നെ, സൈൻ ആയാലും ഈ വൈ പി ഓഫ് എക്സ് തന്നെ. അപ്പം C1 cos ഒമേഗ എക്സ് പ്ലസ് C2 സൈൻ ഒമേഗ എക്സ്. അപ്പൊ ഇതിനകത്തുള്ള C1 C2 എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന മെത്തേഡൊക്കെ പറഞ്ഞുതരാം ഞാൻ പ്രോബ്ലത്തിൽ. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒമേഗ ആണ് വന്നെങ്കിൽ ഇവിടെയും ഒമേഗ തന്നെ വരണം. ഇനി അടുത്തത് നാലാമത്തെ റൂള്, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള നോൺ ഹോമോജനസ് പാർട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെയും കോസിന്റെയും പ്രോഡക്റ്റ്, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെയും സൈനിന്റെയും പ്രോഡക്റ്റ്, ഇങ്ങനെ ഫോം, ഇതാണ് ആർ ഓഫ് എക്സിന്റെ ഫോം എങ്കിൽ വൈ പി ഓഫ് എക്സ് ചൂസ് ചെയ്യേണ്ട വിധമാണ് എഴുതിയിരിക്കുന്നത്. ഇ റൈസ് ടു ആൽഫ എക്സ്, ഈ ആൽഫ എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ആൽഫ ആണ്, ഇവിടെയും വന്നിരിക്കുന്നത് റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 cos ഒമേഗ എക്സ് പ്ലസ് C2 സൈൻ ഒമേഗ എക്സ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇത് ബൈ ഹാർട്ട് ചെയ്താലേ നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻ കോഎഫിഷ്യൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 4 റൂളുകളേ ഉള്ളൂ ഇത് അപ്ലൈ ചെയ്യാൻ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോൾവ്. ഒരു നോൺ ഹോമോജനസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഞാൻ അതിനെ 1 എന്ന് കൊടുത്തു. ഈ കറസ്പോണ്ടിങ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷൻ എഴുതണം. അത് എഴുതുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, തന്നിരിക്കുന്ന ഇക്വേഷനെ ലെഫ്റ്റ് സൈഡ് അതേപടി എഴുതുക, ഈക്വൽ ടു റൈറ്റ് സൈഡ് 0 ആക്കുക. കണ്ടോ, 0. ഇതാണ് ഹോമോജനസ് ഇക്വേഷൻ. ഓക്കെ, തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ആണ്, അതിനെ ഞാൻ കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷൻ എഴുതുന്നതാണ്. റൈറ്റ് സൈഡിൽ 0 കൊടുക്കുക, ലെഫ്റ്റ് സൈഡ് സെയിം. ഓക്കെ, ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇനി എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 2, അതായത് നമ്മുടെ ഹോമോജനസ് ഇക്വേഷൻ അല്ലേ, ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ് അല്ലെ, ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്. ഇത് സോൾവ് ചെയ്യാൻ ഓൾറെഡി നമുക്കറിയാം. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതൊക്കെ അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ.
എം സ്ക്വയർ പ്ലസ് 1. ഇത് സോൾവ് ചെയ്ത് എം പ്ലസ് ഓർ മൈനസ് ഐ കിട്ടി. റൂട്ട് -1 ഐ ആണെന്ന് അറിയാലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആണ് റൂട്ട് കിട്ടിയത്. സോ ജനറൽ സൊല്യൂഷൻ എന്ത് വരണം? C1 cos x പ്ലസ് C2 sin x. ഇതെങ്ങനെ വന്നോന്ന് ചോദിച്ചാൽ ഇവിടെ ആൽഫ എന്ത് വന്നു? റിയൽ പാർട്ട് 0, ബീറ്റ എന്ത് വന്നു? 1 വന്നു. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിലാണ് നമ്മുടെ സൊല്യൂഷൻ വരേണ്ടത്. അതായത് ഇവിടെ 0 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു ബീറ്റ 1 അല്ലേ? ഐ പ്ലസ് ഓർ മൈനസ് ഐ അല്ലേ നമ്മുടെ എം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൽഫ 0യും ബീറ്റ 1ഉം. അപ്പം നമ്മളുടെ ഇക്വേഷനകത്തോടെ ഞാൻ ഇട്ട് കൊടുത്തതാ. ആക്ച്വലി നമ്മളുടെ ഇക്വേഷൻ ഇ റൈസ് ടു ആൽഫ എക്സ്, അതായത് ഇ റൈസ് ടു 0x എന്നും കൂടെ വരും. ഇ റൈസ് ടു 0x എന്താണെന്ന് അറിയാലോ, 1 അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അത് എഴുതാത്തത്. C1 കോസ് ബീറ്റ എക്സ് ആണ്, ബീറ്റ 1 ആണ്. ഓക്കെ, 1 എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ 1 എഴുതാത്തത്. അപ്പം നമുക്കൊന്ന് വൃത്തിക്ക് വേണ്ടി ഇങ്ങനെ എഴുതാം. C1 cos x പ്ലസ് C2 sin x. ഇതാണ് എന്റെ YH കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ YP കണ്ടുപിടിക്കാനുള്ള എഫേർട്ടുകളാണ് എടുക്കേണ്ടത്. സോ അപ്പൊ അതിനുവേണ്ടി നമ്മളുടെ നോൺ ഹോമോജനസ് പാർട്ട് R ഓഫ് എക്സ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കേ. എന്തായിരുന്നു നോൺ ഹോമോജനസ് പാർട്ട് R ഓഫ് എക്സ്? ഇവിടെ 0.001x² ആണ്. ഇത് ഞാൻ ഒന്ന് എടുത്തെഴുതി. അപ്പം ഞാൻ ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന YPയുടെ ചോയ്സ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഇത് നമ്മളുടെ പോളിനോമിയൽ അല്ലേ, അല്ലെങ്കിൽ എക്സിന്റെ പവർ ആണ്. അപ്പം YP എടുക്കേണ്ടത് ആദ്യം C0 പ്ലസ് C1x പ്ലസ് C2x². ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്ലസ് C3x³ വേണോ? വേണ്ട, കാരണം ഇവിടുത്തെ പവർ 2 ആണ്. സോ 2 വരെ ഉള്ളത് മതി. ഓക്കെ, സപ്പോസ് ഇവിടുത്തെ പവർ 3 ആയിരുന്നെങ്കിൽ എന്തുകൂടെ വേണമായിരുന്നു? C3x³ എന്നും കൂടെ വേണമായിരുന്നു. ഓക്കെ, അവിടുത്തെ പവർ എന്താണോ അതുവരെയുള്ള സമ്മാണ് നമുക്ക് വേണ്ടത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ YP ഓഫ് എക്സ്. പക്ഷെ നമ്മൾ ഓൾറെഡി ഈ YHനകത്ത് C1ഉം C2 ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ C1ഉം C2ഉം പറ്റില്ല. ഞാൻ വേറെ നൊട്ടേഷൻ എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ എടുക്കാം. ഞാൻ K0 K1 K2 എന്ന് എടുത്തു. YPയെ ഞാൻ ഇങ്ങനെയാണ് ചൂസ് ചെയ്തത്, K0 പ്ലസ് K1x പ്ലസ് K2x². ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ? അടുത്ത YPയുടെ ഫോം കിട്ടി. പക്ഷെ എനിക്ക് YP കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ കോൺസ്റ്റന്റുകൾ K0ഉം K1ഉം K2ഉം എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്, ഞാൻ YPയുടെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ച് തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ഇക്വേഷൻ, അതായത് ഇതാണത്, ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിനകത്ത് Y ഉള്ളിടത്തെല്ലാം YP കൊടുക്കും ഞാൻ. YP ആക്ച്വലി എന്താണ്? നോൺ ഹോമോജനസ്, തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണ്. അപ്പം ഈ ഇക്വേഷനകത്തോട്ട് YP ഇട്ട് കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്ന എന്താണ്? YPയുടെ ഫോം കിട്ടിക്കഴിഞ്ഞാൽ, ചോയ്സ് ഓഫ് YP കിട്ടിക്കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ഇക്വേഷനകത്ത് Yയുടെ പ്ലേസിലെല്ലാം YP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ Yയുടെ പ്ലേസിലെല്ലാം YP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ YP ഡബിൾ ഡാഷ് പ്ലസ് YP ഈക്വൽ ടു 0.001x², ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അപ്പൊ ഈ YP ഡബിൾ ഡാഷ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം YP ഡാഷ് കണ്ടുപിടിക്കണം. നല്ല YP ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. YP ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് YP. K0ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്നു, സോ ഡെറിവേറ്റീവ് 0. K1 കോൺസ്റ്റന്റ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് K2 കോൺസ്റ്റന്റ് ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x അല്ലേ? 2x. ഇനി അടുത്ത YP ഡാഷിന്റെ ഡെറിവേറ്റീവ് ആണ് YP ഡബിൾ ഡാഷ്. K1 കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്നു, സോ ഡെറിവേറ്റീവ് 0. ഇവിടെ 2K2 കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇക്വേഷൻ തന്നിരിക്കുന്ന ഹോമോജനസ് ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാ. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഇതല്ലേ? തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പൊ YP ഡബിൾ ഡാഷ് ഇവിടെ എന്താ എനിക്ക് കിട്ടിയ? 2K2 പ്ലസ് YP എന്താണ്? YP നമ്മൾ എടുത്ത ഫോം എന്താണ്? ഈ മോളിൽ കിടക്കുന്നതല്ലേ? K0 പ്ലസ് K1x പ്ലസ് K2x² is equal to റൈറ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്? 0.001x². തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൈറ്റ് സൈഡ് ഇതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനില് എക്സിന്റെ
എക്സിന്റെ പവേഴ്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണം. അതായത് ഇവിടുത്തെ കോൺസ്റ്റന്റ് ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് എക്സ്, equating coefficients of powers of x, coefficients of powers of x. അതായത് ലെഫ്റ്റ് സൈഡിൽ എക്സ് ഇല്ലാത്ത ടേം, അതായത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് അല്ലേ, അതിനെ നമുക്ക് ആക്ച്വലി എക്സ് റേസ് ടു സീറോയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി, ലെഫ്റ്റ് സൈഡിലുള്ള കോൺസ്റ്റന്റുകളെ ഇക്വേറ്റ് ചെയ്യുക ആദ്യം. ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ടോ റൈറ്റ് സൈഡിൽ? ഇല്ല. അപ്പൊ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എന്താ? സീറോ. കോൺസ്റ്റന്റ് ഇല്ല, സോ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് സീറോ അല്ലേ. സോ അപ്പൊ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2k2 + k0 = 0 വരും. ഇനി എക്സിന്റെ ടേമുകളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? k1 അല്ലെ. റൈറ്റ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടോ? ഇല്ല. സോ കോഎഫിഷ്യന്റ് എന്താവും? 0. ഇനി ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? k2. റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? 0.001 എക്സ് സ്ക്വയർ. സോറി, എക്സ് സ്ക്വയർ വേണ്ട, കോഎഫിഷ്യന്റ് മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക, പിന്നെ എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക, പിന്നെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇത്രയും വരെ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയും വരെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് k2ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. k2 = 0.001. ഓക്കെ, ഇനി k1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. k1 0 ആണ്. ഇനി ആരാണ് കിട്ടാനുള്ളത്? ഇനി k2 അല്ലേ k2 k1 കിട്ടി, k0 കൂടെ കിട്ടാനുണ്ട്. k0 കിട്ടാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് k0 എന്തായിട്ട് എഴുതാം? -2k2. k2 എന്താ? -2 × 0.001, ദാറ്റ് ഈസ് -0.002 അല്ലേ. അപ്പൊ ഇപ്പൊ നോക്കി, നമുക്ക് k0 k1 k2 എല്ലാം കിട്ടിക്കഴിഞ്ഞു. k0 എന്ന് പറയുന്നത് ഇത്. therefore ഇനി വൈപ്പിക്കകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. വൈപ്പി എന്താണ്? k0 എന്താ? -0.002 + k1x. k1 എന്താ? 0x. അപ്പൊ അത് എഴുതണ്ടല്ലോ, ഇവിടെ 0x എന്നാണ്. ഇത് എഴുതിയില്ലേലും പ്രശ്നമില്ല. ഓക്കെ, എഴുതണ്ടല്ലോ. ഇനി k2 x². k2 എന്ന് പറഞ്ഞാൽ 0.001 x². സോ ഇതാണ് നമ്മളുടെ വൈപ്പി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ജനറൽ സൊല്യൂഷൻ ഓഫ് ഹോമോജനസ് ഇക്വേഷൻ എഴുതാം. എന്താണ് നോൺ ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ? ജനറൽ സൊല്യൂഷൻ ഓഫ് തന്നിരിക്കുന്ന ഇക്വേഷൻ, നോൺ ഹോമോജനസ് ഇക്വേഷൻ ഈസ് എന്താണ്? y = yh of x + yp of x, അല്ലെ yh + yp എന്ന് എഴുതിയാൽ മതി. yh ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? c1 cos x + c2 sin x എന്നായിരുന്നു നമ്മൾ ചെയ്തു വെച്ച. പ്ലസ് yp നമുക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു, അത് അതേപടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? -0.002 + 0.001 x². ഇതാണ് y തന്നിരിക്കുന്ന ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പം പക്ഷെ നമുക്ക് തന്നത് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടെ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആർബിട്രറി കോഎഫിഷ്യൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, കോഎഫിഷ്യൻസ് c1 c2നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അറിയാലോ നിങ്ങൾക്ക്. ഇനീഷ്യൽ കണ്ടീഷൻ തന്നില്ല എങ്കിൽ ഇതുവരെ മതിയായിരുന്നു. ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ളത് കൊണ്ട് കോഎഫിഷ്യൻ c1 c2നെ കൂടെ എലിമിനേറ്റ് ചെയ്ത് പറയണം. എന്താണ്? y of 0 = 0. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അതായത് ഇതിനെ ഞാനൊരു നമ്പർ കൊടുക്കുവാണ്. ഇതിനെ 3 എന്ന് കൊടുത്താൽ ഈ 3ക്കകത്ത് എക്സിന് 0യും പുട്ട് x = 0 y = 0 ഇൻ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? yയുടെ പ്ലേസിൽ 0, c1 cos 0 1 + c2 sin 0 0 -0.002 പ്ലസ് എക്സിന്റെ പ്ലേസിൽ 0 അല്ലേ, സോ ഈ x² എന്നുള്ളത് 0 ആവും. ഓക്കെ, ദാറ്റ് മീൻസ് വിച്ച് ഇംപ്ലൈസ് 0 = c1 -0.002. ദാറ്റ് മീൻസ് c1 എന്താവും? 0.002.
ഇപ്പൊ C1 കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കിനി C2 കിട്ടണം. C2 കിട്ടാൻ y ഡാഷ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇക്വേഷൻ 3യെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യണം? കാരണം അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ y ഡാഷ് ആണ് തന്നിരിക്കുന്നത്. സോ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 3 we get y dash is equal to cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. സോ മൈനസ് C1 സൈൻ എക്സ് പ്ലസ് C2 സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. സോ അപ്പൊ മൈനസ് 0 എന്നുള്ളത് എഴുതണ്ടല്ലോ അല്ലേ? പ്ലസ് 2x, എക്സ്കോന്റെ ഡെറിവേറ്റീവ് 2x ആണ്. സോ 0.001 ഇൻറ്റു 2x. ഓക്കെ, ഇതിന് 4 എന്ന് കൊടുക്കാം. ഇനി തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? ഗിവൺ y dash of 0 is equal to minus 1.5 ആണ്. സോറി, പ്ലസ് 1.5 ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് അറിയാലോ. ഗുഡ്, x ഈക്വൽ ടു 0. x 0 ആകുമ്പോൾ y dash എന്താവും? 1.5 ഇൻ ഇക്വേഷൻ 4. we get എന്ത് കിട്ടും? y dash എന്താവും? 1.5 is equal to minus C1 into 0 plus C2 into cos 0. 0 ആയത് എന്താണെന്ന് അറിയാലോ, sin 0 0 ആണ്, cos 0 1 ആണ്. cos 0 1 പ്ലസ് അടുത്ത ടേമിൽ x ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് 0 ആവും, ആ ടേം 0 ആവും അല്ലേ? ദാറ്റ് മീൻസ് 1.5 is equal to C2. സോ C2ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു 1.5. സോ നമ്മൾ ഇക്വേഷൻ 3ക്കകത്ത് C1 C2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore solution of the given initial value problem is എന്ത് വരും? ഇക്വേഷൻ 3ൽ C1ന് പകരം എന്താ കിട്ടിയത് നമുക്ക്? C1 0.002 0.002 cos x പ്ലസ് C2 എന്താണ്? 1.5 sin x മൈനസ് 0.002 പ്ലസ് 0.001 x സ്ക്വയർ. ഒന്ന് കൺഫേം ചെയ്യണം. ഇക്വേഷൻ 3 കറക്റ്റ് ആയിട്ടാണ് എഴുതിയെന്ന് നോക്കണേ. ഇക്വേഷൻ 3 ഇതല്ലേ? C1ന് പകരം 0.002 cos x പ്ലസ് C2ന് പകരം 1.5 sin x minus 0.002 plus ബാക്കിയില്ലാതെ എവിടെ? minus 0.002 plus 0.001 x square. So this is the equation of the given initial value. Final answer ഇതാണ്. Okay. ബാക്കിയുള്ള രണ്ട് പ്രോബ്ലംസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.